ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51ാമത് പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ രണ്ടാം ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 അന്വേഷണം പുരോഗമിക്കുന്നതായി ഡിജിപി റവാഡ ചന്ദ്രശേഖർ. ബലിപ്പെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൌദി അറേബ്യയിലെ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടി മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51ാമത് പ്രഗതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതിക വിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബെത്വ നദീ സംയോജന പദ്ധതിയെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശുപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശുവികസന, ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർശനമായ നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് പ്രകാരം മുന്നോട്ട് പോകുന്നതാണ്. ഇ ഡി റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്തതാണ് കേന്ദ്രബലമായിട്ട്. നമ്മൾ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് അതുകൊണ്ട് തന്നെ അല്ലേ അവിടത്തേക്ക് 300ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട്. ഈ പറ്റുള്ള സ്ഥലങ്ങളിൽ 50ഓളം പോലീസുണ്ട്. അല്ല, പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 8 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. വി ഹാവ് ഡിപ്ലോയ്ഡ് എനഫ് റിക്വയർമെന്റ് ഓഫ് പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ് പ്രോപ്പർലി ആൻഡ് അറസ്റ്റ് ഓൾ ദ പേഴ്സൺസ്. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം വി പി സുഹൈബ് മൌലവി നേതൃത്വം നൽകി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പാളയം മുഹീദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. ലക്ഷദ്വീപിലെ കവരത്തിയിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം നൽകി. മറ്റെല്ലാ ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പെരുന്നാൾ ദിനത്തിൽ തന്നെ പാണക്കാടെത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സൌദി അറേബ്യയിൽ 2 പതിറ്റാണ്ട് നീണ്ട ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരിച്ചെത്തി. റിയാദിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഇന്ന് രാവിലെയാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
വർഷങ്ങളുടെ നിയമ പോരാട്ടങ്ങളുടെയും നയതന്ത്ര നീക്കങ്ങളുടെയുമാണ് ഫറോക്ക് സ്വദേശിയായ റഹീമിന്റെ മോചനത്തിന് വഴിതെളിഞ്ഞത്. സൗദി പൗരന്റെ ഭിന്നശേഷിക്കാരനായ മകൻ മരിച്ച കേസിലാണ് അദ്ദേഹം അകപ്പെടുന്നത്. മകന്റെ മോചനത്തിനായി ഉമ്മയുടെ പ്രാർത്ഥനകൾ നാട് ഏറ്റെടുക്കുകയായിരുന്നു. ലോകമെമ്പാടുള്ള മലയാളികളുടെയും കൂട്ടായ്മയുടെ 34 കോടി രൂപ സമാഹരിച്ച് ദിയാദനം നൽകിയാണ് വധശിക്ഷ ഇളവ് നൽകിയത്. മോചന ഉത്തരവിൽ അധികൃതർ കഴിഞ്ഞ ദിവസമാണ് ഒപ്പുവെച്ചത്. ഉദ്യോഗസ്ഥർ തന്നെ റഹീമിനെ എയർപോർട്ടിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. തുടർന്ന് ഇന്ന് രാവിലെയോടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങിയ റഹീം 10 മണിയോടെ വീട്ടിലെത്തി. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. UDF-ലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16ാം നിയമസഭയുടെ സ്പീക്കർ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ക്ഷേത്ര ഭരണസമിതി നാളെ യോഗം ചേരും. 5 പേരടങ്ങുന്ന ഭരണസമിതിയാണ് രാവിലെ 10 മണിക്ക് യോഗം ചേരുന്നത്. സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134ാം പതിപ്പിന്റെ പ്രക്ഷേപണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി വികസനക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. പ്രവാസിയായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി സുജിത് S-ന് പുതിയ ജീവിതമാർഗം ലഭിച്ചത് PM കിസാൻ പദ്ധതിയിലൂടെയാണ്. PM കിസാനിലൂടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സുജിത് ആകാശവാണി വാർത്തകളോട്. ഞാനൊരു പ്രവാസിയായിരുന്നു 2021 വരെ. 2021 കോവിഡിൻ്റെ സെക്കൻഡ് ഫേസിൽ നാട്ടിൽ തിരിച്ചു വരേണ്ടതായ സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് പല പല പ്രോജക്റ്റുകൾ കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഞാനും PM കിസാനിലെ ഒരു അംഗമായി. എനിക്ക് അതിലൊരു പടുതാക്കുളം കിട്ടി. 2 പടുതാക്കുളം കിട്ടി. പിന്നെ സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ കൃഷിഭവനുമായിട്ടും ഒക്കെ ചേർന്നിട്ട് മഴമറ റെയിൻ ഷെഡ് ഉണ്ട്. പിന്നെ KVKയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് തേനീച്ചക്കൂട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോഴി വളർത്തലിനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് വീട്ടിൽ. അതോടൊപ്പം തന്നെ കൃഷിയുമുണ്ട്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പലവിധ പ്രോജക്റ്റുകളിൽ അംഗമായതുകൊണ്ട് വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരു ചെറിയ സേവിങ്ങിനുള്ള പൈസ കിട്ടുന്നുണ്ട്. രാജ്യത്തെ കരകൌശല കലാകാരന്മാരെ ചേർത്ത് നിർത്താൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ. മികച്ച വായ്പാ സൌകര്യം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്ന ഈ പദ്ധതിയിലൂടെ ഏറെ പ്രയോജനം ലഭിച്ചതായി തൃശൂർ നെടുപുഴ സ്വദേശി വിജയൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. 28 കൊല്ലമായിട്ട് നമ്മൾ ഈ കൊത്തുപണി മേഖലയിൽ തന്നെയാണ്. ഈ കരകൗശല മേഖലയിലേക്ക് വന്നിട്ട് 2017-ലാണ് നമ്മൾ വീട്ടിൽ ഇതിന് സ്ഥാപനമായിട്ട് ഇട്ടിട്ടുണ്ട്. സ്ഥാപനം എല്ലാ ലൈസൻസൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വിശ്വകർമ്മയുടെ ഇതെടുത്തിട്ടുണ്ട്. അതിന്റെ ഇതായിട്ട് വിശ്വകർമ്മയുടെ ഇതേപോലെ എക്സിബിഷന് പോകാറുണ്ട്. പിന്നെ DCHന്റെ തന്നെ എല്ലാ പ്രോഗ്രാമിനും പോകാറുള്ളതാണ്. കുഴപ്പമില്ല, നല്ല കച്ചവടം നടക്കാറുണ്ട്. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെരവം മുതൽ വിഗ്രഹങ്ങൾ വരെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2-5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടന്നുവരുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51ാമത് പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2ാം ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8ആയി. അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ.
ബലിപ്പെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൌദി അറേബ്യയിലെ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.